ദിവ്യ എസ് അയ്യർക്കെതിരെ വിജിലൻസിനും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും പരാതി. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ദിവ്യ എസ് അയ്യർക്കെതിരെ വിജിലൻസിനും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും പരാതി. വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന കെ എം ഷാജഹാനാണ് പരാതിക്കാരൻ. ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം സബ് കളക്ടറായിരിക്കെ വർക്കലയിലെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയെന്നാണ് വിജിലൻസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. വർക്കല ഐരൂർ വില്ലേജിൽ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന 27 സെന്റ് ഭൂമി റോഡ് പുറമ്പോക്കാണെന്ന് കണ്ടെത്തി വർക്കല തഹസിൽദാർ ഏറ്റെടുത്തിരുന്നു. ഇതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ തീരുമാനമെടുക്കാൻ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. വിധി വന്നു. പരാതിക്കാരന്റെ വാദം കേട്ട ദിവ്യ തഹസിൽദാരുടെ നടപടി റദ്ദാക്കി. സ്വകാര്യ വ്യക്തിക്ക് ഭൂമി കൈമാറാൻ നിർദ്ദേശിച്ചുവെന്നാണ് പരാതി. ദിവ്യക്കെതിരെ CPM ജില്ലാ കമ്മിറ്റി ആരോപണം ഉന്നയിച്ചതും വി ജോയ് MLA പരാതി നൽകിയതും ഷാജഹാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലും ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്ന പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന KK രാഗേഷിനെ പുകഴ്ത്തിയും പത്തനംതിട്ടയിൽ കുഞ്ഞുമായി വേദിയിൽ വന്നതുമൊക്കെ പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറെ നാളുകളായി ദിവ്യ എസ് അയ്യർ CPM-നെ അനുകൂലിക്കുകയും CPM-ന് വേണ്ടി പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരാളാണ്. CPM നേതാക്കളെ വാനോളം പുകഴ്ത്തി ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. മന്ത്രി രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കുവച്ച് ആ ചിത്രം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൻ തരംഗം സൃഷ്ടിക്കാനാണ് ദിവ്യ എസ് അയ്യർ ശ്രമിച്ചത്. ദിവ്യ എസ് അയ്യർ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം ഏതെങ്കിലുമൊക്കെ ചാനലുകാരുണ്ടാകും. അതിൽ പ്രത്യേകിച്ചും വിനോദ ചാനലുകളാണ് ദിവ്യ എസ് അയ്യറുടെ പിറകെ നടക്കുന്നത്. ഒരു സിനിമ സെലിബ്രിറ്റിക്ക് കിട്ടുന്ന തരത്തിലുള്ള ഇമേജുകൾ നേടിയെടുക്കാനുള്ള ശ്രമമാണ് ദിവ്യ പലപ്പോഴും നടത്തുന്നത്. ഒരു കളക്ടർ എന്ന രീതിയിലുള്ള സംഭാഷണങ്ങളോ ഒരു കളക്ടർ എന്ന രീതിയിലുള്ള പ്രവർത്തനവുമല്ല ദിവ്യ എസ് അയ്യറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പലപ്പോഴും നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ വിടാതെ ദിവ്യ എസ് അയ്യറെ പുറകെ നടക്കുന്നതും. ദിവ്യ എസ് അയ്യറെ അല്പം കാണാൻ ഭംഗിയുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്നത് കൊണ്ടും മാധ്യമങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടവുമാണ്. അവർ കാണിച്ച അഴിമതി പുറത്തു വരാതിരിക്കാനാണോ CPM-നെ മാനോണം പുകഴ്ത്തുന്നതെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് CPM സ്തുതികളുമായി ദിവ്യ എസ് അയ്യർ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പല IAS ഉദ്യോഗസ്ഥർക്കും ദിവ്യയോട് എതിർപ്പുണ്ട്. അവർക്ക് മാത്രമല്ല, ദിവ്യയുടെ ഭർത്താവായ ശബരിനാഥൻ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തിരുന്ന MLA കൂടിയാണ്. മുൻ മന്ത്രിയായിരുന്ന G കാർത്തികേയന്റെ മരുമകൾ കൂടിയായ ദിവ്യ എസ് അയ്യർക്ക് കോൺഗ്രസിൽ നിന്ന് ഒരു പിന്തുണയും ലഭിക്കുന്നുമില്ല. കാരണം കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ദിവ്യ എസ് അയ്യർക്കെതിരെ ഷാജഹാൻ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നതും. ഏതായാലും ഈ വിഷയത്തിൽ എന്താകും അടുത്ത തീരുമാനമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം.